ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്റെ നമ്പർ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അതിനനുസരിച്ചുള്ള യൂണിവേഴ്സ് ഗൈഡൻസും നോക്കാം. ഓക്കെ, വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ നെയിം മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ്, ഹാപ്പി ആയിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നൈറ്റ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ദ ഹെർമിറ്റ് കാർഡ്, Six of Cups, Strength card, Ten of Swords, Tower card, Wheel of Fortune, Two of Pentacle. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് Two of Wands ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു സെപ്പറേഷനിലായിരിക്കാം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് ഞാനിവിടെ പറയാൻ കാരണം, ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്. അതൊരു വെയിറ്റിംഗ് എനർജിയാണ്. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. അതായത് നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ ഫസ്റ്റ് തന്നെ ടാരോട്ട് കാർഡ് കാണിച്ചു തരുന്നത്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് അവർ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ആ ഒരു പാത്തിലൂടെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. മനസ്സിലാക്കുക, ഈ സ്പിരിച്വൽ എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള ഒരു വഴി തന്നെയാണ്. പക്ഷെ ദൈവവിശ്വാസത്തിലേക്ക് പോകുന്നത് മാത്രമല്ല, സെൽഫ് ലവ് ചെയ്യുക എന്ന് പറയും. അതായത് അവനവൻ എന്താണോ വേണ്ടത്, അവനവന്റെ പേർപ്പേഴ്സ് എന്താണ്, ലൈഫ് പേർപ്പേഴ്സ് എന്താണ്, ഏതാണ് തെറ്റ്, ഏതാണ് ശരി, അങ്ങനെയുള്ള നല്ല നല്ല പാത്തിലേക്ക് പോകുന്നതിനെയാണ് ഈ സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്നത്. ആ ഒരു വേവ് ലെങ്തിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എത്തിയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഒരു സെപ്പറേഷന് കാരണമായിട്ട് ഇവിടെ കാണിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ആ ഒരു തേർഡ് പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസം കൊടുത്തിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയതായിരിക്കാം. അതായത് ഒരു ചീറ്റിംഗ് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാളും ഒരു ഡിസ്റ്റൻസിൽ നിങ്ങളുടെ പേഴ്സണും നിന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ പേഴ്സൺ ആണ് ഇവിടെ ചീറ്റ് ചെയ്ത് പോയതായിട്ടാണ് കാണിക്കുന്നത്. ഓർക്കുക, നിങ്ങൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് എടുക്കേണ്ടതുള്ളൂ. റെസനേറ്റ് ആവാത്തത് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലാതെ നിങ്ങൾ ഇട്ടിട്ട് പോയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാകാം. പെൻഡക്കിൾ എനർജി വന്നതുകൊണ്ട് തന്നെ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് കൊണ്ട് നിങ്ങളെ നോക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ആ ഒരു സ്ട്രെസ് കാരണം നിങ്ങളെയും കൂടി ഇനി വയ്യ, ചുമക്കാൻ വയ്യ, ഭാരം വേണ്ട എന്നും പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. നിങ്ങൾക്ക് പ്രോമിസ് തന്നിട്ടുണ്ടാകാം, പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുമ്പോൾ നിങ്ങളിലേക്ക് തന്നെ വന്നോളാം എന്നവർ ചിലപ്പോൾ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടാകാം. അല്ലാത്ത പക്ഷം ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയിട്ടുള്ളവരാണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളെ വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടാകാം. അത് അവർക്ക് നല്ലൊരു തിരിച്ചടി ഇവിടെ കിട്ടിയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹെർമിറ്റ് കാർഡ് വന്നിട്ടുള്ളത്. ആ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് പോയതിന് കാരണം അത് തന്നെയാണ്. കാരണം തുടക്ക സമയത്ത് നിങ്ങളുടെ സ്നേഹം അത്രയും ജെനുവൻ ആയിരുന്നിട്ടുണ്ടാകാം. അതായത് അവർ കാണിച്ചതും ആ ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു നാടകം തന്നെയായിരിക്കാം. നിങ്ങൾ അങ്ങനെയായിരിക്കാം ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ ഒരിക്കലും
അവർ നിങ്ങളെ ചതിക്കുന്ന നിങ്ങൾ കരുതിയിട്ടുണ്ടാവില്ല, എന്നിട്ട് നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ഓക്കെ, ഇപ്പം അവരെ സംബന്ധിച്ച് ആ തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു കർമ്മ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു തിരിച്ചടി അവർക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു സ്വയം എങ്ങനെ സ്നേഹിക്കാം, അല്ലെങ്കിൽ എന്തായിരുന്നു തെറ്റ്, എന്താണ് ശരി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്, റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാണ്. മൂന്നാമതായിട്ട് കിട്ടിയിട്ടുള്ള കാർഡ് 6 ഓഫ് കപ്സ് ആണ്. ഈ ഒരാൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, റീയൂണിയൻ സംഭവിക്കുന്നു എന്നുള്ളൊരു കാർഡാണിത്. നിങ്ങൾ തമ്മിൽ ചിലപ്പം ഒന്നിച്ച് പഠിച്ചിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ അറിയുന്നവരായിരിക്കാം, ആദ്യം ഫ്രണ്ട്സ് ആയിട്ട് പിന്നീട് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയതായിരിക്കാം. അത് ഈ പേഴ്സൺ തന്നെ നിങ്ങളെ ഫോഴ്സ്ഫുള്ളി റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നതായിരിക്കാം. അത്രയ്ക്കും ട്രസ്റ്റഡ് ആയിട്ട് ഉള്ള ഒരാളായിരിക്കാം. അതായത് നിങ്ങൾ ആദ്യം ഒരു ഫ്രണ്ട്സ് ആയിട്ട് നിന്നിട്ട് ആ ഒരു സമയത്തുള്ള ആ സ്നേഹം വെച്ചിട്ടായിരിക്കും നിങ്ങൾ ആ പേഴ്സണെ അളന്നിട്ടുണ്ടാവുക. അപ്പം അത്രയും നല്ലൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ലോകം തന്നെ കാൽക്കീഴിലായൊരു ഫീല് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. പക്ഷേ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പം ആ പേഴ്സന്റെ മറ്റൊരു മുഖം നിങ്ങൾ കണ്ടതായിട്ടാണ് ഇവിടെ കാണുന്നത്. പാസ്റ്റിൽ തന്നെ നിങ്ങൾ അറിയുന്ന ഒരാളായിരുന്നു, ദെൻ നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആ പേഴ്സണായിട്ട് പിന്നീട് ഒരു റിയൂണിയൻ, ഇനിയൊരു റിയൂണിയൻ, ഫ്യൂച്ചറിലേക്ക് ഒരു റിയൂണിയൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അതിന്റെ വ്യക്തമായ കാരണം തൊട്ടു മുൻപേ ഉള്ള ഹെർമിറ്റ് കാർഡ് പറയുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ പറ്റിയിട്ടുള്ള തെറ്റുകളെല്ലാം തന്നെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു തിരിച്ചുവരവ് കാണുന്നത്. അതുപോലെ തന്നെ തുടക്ക സമയത്തൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഒരു സെൽഫിഷ് ആയിട്ടുള്ള, അഹങ്കാരി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒട്ടും പക്വത ഇല്ലാത്ത ഒരാളെ പോലെ ആയിരുന്നു അവർ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അതായത് വളരെ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, നിങ്ങളെക്കാൾ ചിലപ്പോൾ ഇളയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഏജ് ആയിട്ടുള്ള ഒരു 10 വയസ്സിനൊക്കെ ഡിഫറൻ്റ് ഉള്ള ഒരാളൊക്കെ ആയിരിക്കാം. പക്ഷെ അവരുടെ വയസ്സിനൊത്തൊരു പക്വത അവർക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജിന് ഇളയതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു പക്വത ഇപ്പോൾ അവർക്ക് വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു മെച്യൂരിറ്റി, ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു, ആ പേഴ്സൺ ഇപ്പോൾ മെച്യൂരിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ റിയലൈസ് ചെയ്യുന്നതും. ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതായത് തുടക്ക സമയത്ത് അവർ അഭിനയമായിരുന്നു, ഒരു ഡേ ഡ്രീം കാണുന്ന രീതിയിലുള്ള ഒരു അഭിനയമായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് നിങ്ങളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചതും. 2 മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, 2 ഫേസ് കണ്ടിട്ടുണ്ടാകും. അപ്പം ആ ഒരു രീതിയിലുള്ള സ്നേഹമല്ലാതെ ഇനി അങ്ങോട്ടൊരു റിയൂണിയൻ നടന്നു കഴിഞ്ഞാൽ ഒരു ബാലൻസ് വേണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഒരു ബാലൻസ് എന്തായാലും കൊണ്ടുവരണം. ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുകൊടുക്കാനൊന്നും തന്നെ ആ പേഴ്സണ് കഴിയാത്തൊരവസ്ഥ. ഇതിനെല്ലാം തന്നെ മീൻ ചെയ്യുന്നത് ഒരു മിസ്സിങ് തന്നെയാണ്. ഓക്കെ, 10 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, ടവർ കാർഡും വന്നിട്ടുണ്ട്. ഇത്രയും നാളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജീസ്, അതായത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ആയിരിക്കാം കോമൺലി ഇവിടെ കാണുന്നത്. അത് ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ടും കാണുന്നത് ഒരു വ്യക്തി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആയി പോയതാണ്. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഇവിടെ സഡൻ ആയിട്ട് എൻഡ് ആയി പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു എൻഡ് വന്നതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇതെല്ലാം റിയലൈസ് ചെയ്യുന്നതും അവർക്ക് തിരിച്ചടി കിട്ടിയതും ആ ഒരു കർമ്മയിലൂടെ അവർ പോകുന്നത് അതുകൊണ്ടായിരിക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. കർമ്മ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അനുഭവിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കർമ്മയിലൂടെ കടന്നു വരുന്നത് കൊണ്ടാണ് അവർക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം പെയിൻ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത്, നിങ്ങളെ വേണ്ടാന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ശല്യമാണെന്ന് പറഞ്ഞ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ആ പേഴ്സണ് ഒരു ഗിൽട്ട് ഫീൽ ഉണ്ടായിരുന്നില്ല. അവരൊന്നും തന്നെ മനസ്സിൽ അവർക്കൊരു ഫീലിങ്സും ഉണ്ടായിരുന്നില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ അവരുടെ ഹാപ്പിനെസ് അതായിരുന്നു അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഞാൻ തുടക്കം പറഞ്ഞത്, ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരാള്, ഒരു അഹങ്കാരമുള്ള ഒരാള്, അങ്ങനെയായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ഈ ഒരു കർമ്മയിലൂടെ കടന്നു പോകുമ്പം, ഈ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് അവർ വരുന്ന സമയത്ത് അവരെല്ലാം തന്നെ റിയലൈസ് ചെയ്യാണ് നിങ്ങൾ എത്രത്തോളം വേദനിച്ചിട്ടുണ്ട്, ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എത്ര ദിവസം ഉറങ്ങാതിരുന്നിട്ടുണ്ട്, നിങ്ങളുടെ എന്തൊക്കെ നഷ്ടമായിട്ടുണ്ട് ലൈഫിൽ എന്നുള്ളത് അവര് കാരണം എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. അതെല്ലാം തന്നെ തിരിച്ചു തരണം എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. ഇപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും മിസ്സിങ് അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എത്രത്തോളം മിസ് ചെയ്തു എന്നുള്ളത് അവരിപ്പോൾ മിസ് ചെയ്യുമ്പം അവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഫൈനലി 2 ഓഫ് പെൻഡക്കിൾ എന്നൊരു കാർഡ് വന്നിട്ടുണ്ട്.
ജഗ്ലിംഗ് ആയിരുന്നു. ഇത്ര നാളും അവർക്കൊരു ജഗ്ലിംഗ് ഉണ്ടായിരുന്നു. അതായത് തുടക്ക സമയത്ത് അവർ നിങ്ങളെ പൂർണ്ണമായും വിട്ടിട്ട് പോയി, തേർഡ് പാർട്ടിയുടെ കൂടെ പോയി, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസിന്റെ പുറകാലെ അവർ പോയി. ആ സമയത്ത് നിങ്ങൾ ഒരു വശത്തുണ്ടായിരുന്നു, മറ്റേ വശത്ത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി അവർക്ക് ബാലൻസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എൻഡായി പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ അവർ പോകേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇനി ഒരു തെറ്റിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു മെച്യൂർഡ് ആയിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ ആലോചിക്കുന്ന അങ്ങനെ ഒരു പേഴ്സൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ. അത് പൂർണ്ണമായിട്ടും ആ ഒരു പാത്തിലൂടെ തന്നെ സഞ്ചരിച്ച് അവർ ആ ഒരു രീതിയിൽ എത്തുന്നതാണ്. മേ ബി നിങ്ങൾക്ക് അവരുടെ കോളോ മെസ്സേജോ എന്തെങ്കിലും ഒരു മെച്യൂർഡ് ആയിട്ട് സംസാരിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടാകാം. അതായത് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്റെ ഭാഗത്തായിരുന്നു തെറ്റ്, അല്ലെങ്കിൽ ഞാൻ കാരണം നിനക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു മെച്യൂർഡ് ആയിട്ട് ഒരു പക്വതയിൽ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാകാം. ഈ കാര്യം ഞാൻ പറയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാകാം. ഇത് എക്സ്പീരിയൻസ് ചെയ്തവരുണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്. ഓവറോൾ എനർജി ഇവിടെ കാണുന്നത് ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോഴും എത്തിയിട്ടില്ല, അടുത്തടുത്ത് എത്തിയിട്ടില്ല. പക്ഷെ അത് ഉടനെ എത്തുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നതും ചിന്തിക്കുന്നതും നിങ്ങളുടെ കാര്യം തന്നെയാണ്. അവർ സെൽഫ് ലവ് ചെയ്യാണ്, സെൽഫ് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട് ആ പേഴ്സൺ. പക്ഷെ ഇതിനെല്ലാം ഇടയിലും അവരുടെ കാര്യങ്ങളിലാണ് അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിലും ഒരു വശത്ത് ഇതിനെല്ലാം റീസൺ ആയിട്ടുള്ള ഇവരെ ഈ ഒരു സെൽഫ് ലവിലേക്ക്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ലൈഫ് പേർപ്പസ്, എവിടെയാണ് നിൽക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു റിയാലിറ്റി കാണിച്ചു കൊടുത്തത് നിങ്ങളായതുകൊണ്ട് തന്നെ ഇതിലെല്ലാം തന്നെ ഒരു കണ്ണു തുറന്നു നോക്കാനുള്ള ഒരു കഴിവ് അവർക്ക് കൊടുത്തത് നിങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങളെ അവർ റെസ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മിസ് ചെയ്യാണ് ഈ പേഴ്സൺ. അതുകൊണ്ടാണ് ഇവിടെ ഒരു റിയൂണിയൻ കാർഡ് വന്നിട്ടുള്ളത്. ആ പേഴ്സൺ വീണ്ടും നിങ്ങളെ ലൈഫിലേക്ക് ക്ഷണിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതല്ല, അവരുടെ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുകയും, അതായത് സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് റെസ്പെക്ട് ചെയ്ത് നിൽക്കുകയും ദെൻ അതിനിടയിൽ അതിന് കാരണമായ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇത് മനസ്സിൽ കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.